ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഇപ്പോൾ വരുന്നു. ഈ വിഷയത്തിൽ ശത്രുത അവസാനിപ്പിക്കണമെന്നും ചർച്ചയുടെ പാതയിലേക്ക് തിരികെ വരണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ സമിതി യോഗത്തിലാണ് ഈ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, ഇന്ത്യയുടെ പ്രതികരണം കാത്തിരിക്കുകയായിരുന്നു നമ്മൾ. അയത്തുള്ള അലി ഖമീനി എന്ന ഇറാന്റെ സുപ്രീം കമാൻഡർ കൊല്ലപ്പെട്ടു. കാര്യമായ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മിനാബിൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട വാർത്ത പുറത്തു വന്നു, അപ്പോഴും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. ഇപ്പോൾ പുറത്തു വരുന്ന പ്രതികരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സംഘർഷം അവസാനിപ്പിച്ച് ഇരുവരും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ഒരു പൊതു നിലപാടിലേക്ക് എത്തി എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? ശക്തമായ ഭാഷയിൽ ഒരു രാജ്യത്തെയും അപലപിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല, അല്ലേ പി ആർ സുനിൽ? അരുൺ, ഉറപ്പായും അത്തരം ഒരു പ്രസ്താവന തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ റഷ്യ യുക്രൈൻ സംഘർഷമുണ്ടായ സാഹചര്യത്തിലും ഇസ്രയേൽ പാലസ്തീൻ സംഘർഷമുണ്ടായ സാഹചര്യത്തിലുമൊക്കെ തന്നെ സ്വീകരിച്ച പോലെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാതെയുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ വൈകിട്ട് 10 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ സുരക്ഷാകാര്യ സമിതി, കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിൽ എടുത്ത തീരുമാനം അനുസരിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ, ഗൾഫ് മേഖലയിലൊക്കെ തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇതിനുവേണ്ടി അവിടുത്തെ രാഷ്ട്ര തലവന്മാരുമായി സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതില്ല എന്നതാണ് ഇന്ത്യയുടെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഖമനേയിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരക്ഷരം പോലും ഇതുവരെ ഇന്ത്യ മിണ്ടാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, അയത്തുള്ള ഖമനേയി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ഇന്ത്യയിൽ അദ്ദേഹം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്ന് അദ്ദേഹം കർണാടകത്തിലും ജമ്മു കാശ്മീരിലും ഒക്കെ തന്നെ സന്ദർശനം നടത്തിയതൊക്കെ തന്നെ വലിയ ചർച്ചയാണ്. മാത്രമല്ല, നരേന്ദ്രമോദി തന്നെ തെഹ്റാനിൽ പോയി അവിടെ അയത്തുള്ള ഖമനേയിയുമായി കൂടിക്കാഴ്ചയൊക്കെ തന്നെ നടത്തിയതാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ വളരെ അടുത്ത സൗഹൃദമുള്ള രാഷ്ട്രമായിരുന്നു. അയത്തുള്ള ഖമേനി ഭരണകൂടത്തോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചും ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അയത്തുള്ള ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഇന്ത്യ നടത്താൻ തയ്യാറായിട്ടില്ല. അതേസമയം ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട്, സംഘർഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളിലേക്ക് എല്ലാവരും എത്തണം എന്ന ഒരു പൊതു നിലപാട് മാത്രമാണ് ഇപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പറയുന്നത്.